വജ്ഹത്ത് അറിയുന്നവർ അത് തന്നെയാണ് നല്ലത്. ഏതായാലും വജ്ഹത്ത് ഓതി കഴിഞ്ഞതിന് ശേഷം സാധാരണ നിസ്കാരത്തിൽ നിന്ന് വ്യത്യാസമുള്ള വിഷയം ഇവിടെയാണ്. ഇവിടെ നാം ചെയ്യേണ്ടത് വജ്ഹത്ത് ഓതി കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഒരു 7 തക്ബീർ ചൊല്ലേണ്ടതുണ്ട്. വജ്ഹത്ത് ഓതി കഴിഞ്ഞിട്ട് അല്ലാഹു അക്ബർ എന്നിങ്ങനെ തക്ബീർ ചൊല്ലുക. കൈ രണ്ടും ഉയർത്തുക. ഇങ്ങനെ ഇപ്പോൾ നമ്മൾ കൈ ഇങ്ങനെയാണല്ലോ ഉള്ളത്, ഇങ്ങനെ കൈ വെച്ചു. വജ്ഹത്ത് ഓതി കഴിഞ്ഞു അല്ലാഹു അക്ബർ എന്നിട്ട് ആ തക്ബീറിൽ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയാം. എന്നിട്ട് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നിങ്ങനെ. ഇപ്പം ഞാൻ 3 തക്ബീറാണ് ചൊല്ലിയത്. അങ്ങനെ 4 തക്ബീർ കൂടി ചൊല്ലി 7 തക്ബീർ പൂർത്തിയാക്കുക. 7 തക്ബീർ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അഊദു പിന്നെ ബിസ്മി ചൊല്ലി